അടുത്തതായി നമുക്കൊരു തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ധന്യമാക്കാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഭരണം മാറിയിട്ട് മൈക്കിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത്. ഏതായാലും മൈക്കാരൻ ഇനിയും വന്ന് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ശബരിമല നമ്മുടെ എല്ലാം നാടിൻ്റെ ഐശ്വര്യമാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നു. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കാണാൻ ലോകം മുഴുവൻ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഓർക്കുന്നത്. ആ പേര് തന്നെ ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കുറുപ്പുമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ട്, 2 നേരത്തെ ഉള്ള. ഒരാളാണെങ്കിൽ നിരന്തരം ചീഫ് സെക്രട്ടറിമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളാണ്, മറ്റൊരാൾ സിനിമ പിടിക്കുന്ന ആളാണ്. 2 പേരും വലിയ വലിയ കഴിവുകളുള്ള മഹാവ്യക്തിത്വങ്ങളാണ് 2 പേരും. എനിക്ക് അഭിമാനമുണ്ട്. ഈ 2 പേരും, അമ്പാടിയാണെങ്കിലും നമ്മുടെ പ്രശാന്ത് ആണെങ്കിലും, വലിയ കഴിവുകളുള്ള 2 വ്യക്തിത്വങ്ങളാണ്. ബ്രോ, കളക്ടർ ബ്രോ എന്നാണ് പ്രശാന്തിനെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ആ കളക്ടറായി പോകേണ്ടത് കൊണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്കാണ് അമ്പാടി വന്നത്. അപ്പോൾ 2 പേരും വലിയ കഴിവുകളുള്ള ആളുകളാണ്. നമ്മുടെ വിജയം നമ്മളുടെ സഹായിക്കുന്ന ആളുകളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ, കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും കഴിവുകൾ കൊണ്ടാണ്. തീർച്ചയായും പ്രശാന്താണെങ്കിലും അമ്പാടിയാണെങ്കിൽ നിരവധി പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഹരിവരാസനവും അതുപോലെ ഒരു വൻ വിജയമാകട്ടെ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളാണ്. ഇത്തവണ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് 1 വർഷത്തേക്ക് പോകരുത് എന്നുള്ള നിഷ്കർഷതയുള്ളത് കൊണ്ട് മാത്രമാണ് പോകാതിരുന്നിട്ടുള്ളത്. അടുത്തവണ മധുബാലു കൂടി എൻ്റെ കൂടൊപ്പം ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ യുവത്വത്തെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ, രാസലഹരിക്കെതിരെ കേരള ഗവൺമെൻറ് ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി നടപ്പാക്കുക. ഇന്നത് 1 മാസമാവുകയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2-ാം തീയതിയാണ്, ജൂലൈ 2 1 മാസമായി. ഈ 1 മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ അത്ഭുതകരമായ നിലയിൽ ഈ രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും മാഫിയകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഗവൺമെൻറ്. അപ്പം അതിന് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഹരിവരാസനം ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമി ശരണം. ആദ്യത്തെ തുഫാൻ വാരിയർ മോഹൻലാലാണ്. അപ്പം അത് കഴിഞ്ഞ് 2ാമത്തെ ഒരു സിനിമാ താരമായിട്ട് സൈജു കുറുപ്പാണ് മുന്നോട്ട്. 10 വേറെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ 2ാമത്തെ ആൾ അദ്ദേഹം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. മാളികപ്പുറം ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് വനിത എറണാകുളത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വണ്ടിയിരിക്കുമ്പം പറഞ്ഞതാണ്, എടാ നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ, നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്, ഗംഭീര പടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നതെന്നാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെയും ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത് വിനേക ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ചെന്നിത്തല സാറ് ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, സൈജു നാട്ടിലെവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി, എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്ക്ഡായിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സാർ ഞാൻ ചേർത്തലക്കാരനാണ്, ചേർത്തലയാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതൊരു എന്താണ് ഗൂസ് ബംസ് എന്നൊരു നിമിഷമായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഈ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, നമ്മുടെ നെഞ്ചൊക്കെ ഒന്ന് വീർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിവേസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന മീഡിയാസ്, പിന്നെ നമ്മുടെ അതർ ഗസ്റ്റ്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പോക്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോക്രി സൈമൺ വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. അതായത് ഏത് രീതിയിലുള്ള ജോണറിലുള്ള സിനിമകളായാലും അദ്ദേഹത്തിന് അത് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കും. ഹരിവരാസനത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്, ചില സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോധ്യമാവും അദ്ദേഹത്തിന് ഏത് ജോണറിലുള്ള കഥയും വഴങ്ങും എന്നുള്ളത്. ഈ ഫ്ലോറിൽ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അരംപ്ലസ് കിന്നരമുണ്ട്, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ നിരവധി പടമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫ്ലോർ ഇനാഗുറേറ്റ് ചെയ്യുന്ന 42 വർഷങ്ങൾ മുമ്പ് കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ ഈ സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ മേക്കപ്പ് ഇട്ട് ഞാനും മുകേഷും ജഗതിയും ഈ ഇടയ്ക്ക് മരിച്ചുപോയ സന്തോഷ് കുമാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് കരുണാകരൻ സാർ കയറിയത്. ലൈറ്റിൻ്റെ ഈ ഗോഡ ഇപ്പോൾ ഇത്രയും ഹൈറ്റില്ല, അത് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ അതിലൊരിടത്ത് നടന്നു പോയിട്ട് അത് ഒടിഞ്ഞ് താഴെ വീണു. ഞങ്ങളെല്ലാം പേടിച്ചു. അപ്പോൾ കരുണാകരൻ സാർ പറഞ്ഞു, കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല, ചെറിയ മുറിവൊക്കെയില്ല, ഇത് ഐശ്വര്യമാണ്, രക്തം കണ്ടതല്ലേ, നന്നായിട്ട് ഒരു ഇതിനകത്ത് എടുക്കുന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അന്ന് ആദ്യം എടുത്ത സിനിമയാണ് 42 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഞങ്ങളുടെ കഥ. അത് ഭയങ്കര ഹിറ്റായിരുന്നു പടം. അപ്പോൾ ഇവിടെ പ്രിയദർശൻ്റെ പടങ്ങൾ, അപ്പോൾ ഒരുപാട് ഹിറ്റ് പടങ്ങൾ, രാശിയുള്ള സ്ഥലമാണിത്. പലരും ഇത് അറിയാതെ കിടക്കുകയാണ്. ഇവിടെ എടുത്ത പടങ്ങളൊക്കെ 90% ഓടിയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ സെറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ട് ഓരോ ചാനലിൻ്റെ, അതെല്ലാം ഒരുപാട് ദിവസം പിന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഹോളിവുഡ് സിനിമകൾക്കാണ് സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് വളരെ എക്സ്പെൻസീവായിട്ട് തന്നെ അതിൻ്റെ മീനിയേച്ചർ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്ന എനിക്ക് വേണ്ടി സാബുസുൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടില്ല. പക്ഷേ ഇതിൻ്റെ തിരക്കഥ വായിക്കാനായിട്ട് രാജേഷ് നായരുടെ ഓഫീസിൽ പോയപ്പോൾ, ബ്യൂട്ടിഫുൾ ഓഫീസാണ്, ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടെ അതിൻ്റെ മീനിയേച്ചർ ഉണ്ടാക്കി. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്തോളം, ചേട്ടാ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലേ ഇത് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ ചെന്നിട്ട് ആണി അടിച്ചിട്ട് അത് തള്ളിയിരിക്കുന്ന പട്ടിയിൽ ഇങ്ങോട്ട് ഇരിക്കുന്നതും ശരിയാവില്ല. അപ്പോൾ ആദ്യമേ അവിടെ നിന്ന് ഇവരെ ഹോംവർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതിങ്ങനെ ആയിരിക്കില്ല, ലൈറ്റപ്പൊക്കെ ചെയ്ത് വന്ന് ഗ്രീൻ മാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഒറിജിനലിന് ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായിരിക്കും. കാര്യം ഇതിൻ്റെ ഒരു കഥയിൽ തന്നെ ആൾക്കാരുടെ എന്താ പറയുക, മനസ്സ് പിടിച്ചു കിട്ടുന്ന കുറേ ഏരിയകളുണ്ട്. സ്നേഹബന്ധം, ഭക്തി, റിലേഷൻഷിപ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഥ മുഴുവൻ വെളിയിലാവും, അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക്
പറയാനുള്ളത് വേറൊന്നുമല്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ. ഇതിൻ്റെ കൂടെ ഉള്ളവരെല്ലാം, ഈ തൂഫാനിലുള്ളവരെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം, ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ബാഡ്ജ് കൊടുത്തു. എന്നെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി. എനിക്ക് സെറ്റിൽ അഴിഞ്ഞാടാം, ചുരുക്കി പറയാം. ഒന്നും വേണ്ട, അതിലൊന്നും കാര്യമില്ല. ഞാൻ മുളക് അടിക്കുന്ന ആളായിരുന്നു. 2022 ഇതെല്ലാം നിർത്തിയാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം. എന്നിട്ടും ഒരു വണ്ടി തെറ്റിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ പറഞ്ഞു വെള്ളം അടിച്ച് വണ്ടി മേടിച്ചത്. ഇനിയിപ്പോൾ ഇത് ബാഡ്ജ്യം വെച്ചോണ്ട് വണ്ടി ഓടിക്കാം വൈകുന്നേരമൊക്കെ, അല്ല ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇന്നിങ്ങനെ ഒരു നല്ല ഐശ്വര്യമായിട്ട് മിസ്റ്റർ സാർ എന്നെ വന്ന് ഇതൊക്കെ ചെയ്തല്ലോ. അപ്പം എല്ലാ ആശംസകളും നേരുന്നു, വിജയങ്ങൾ നേരുന്നു. അതുപോലെ സ്വാമി അയ്യപ്പൻ ഈ പടത്തിൻ്റെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ആക്ച്വലി ഇത്രയും പേരെ കണ്ടപ്പോൾ വളരെ സന്തോഷം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ അങ്ങനെ ഒരു ഫംഗ്ഷനോ പരിപാടിക്കൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് ശബരിമല പരിപാടി ആയതുകൊണ്ടാണ് അമ്മ വന്നത്. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ സൈജുവിൻ്റെ കൂടെ ആദ്യം ഒരു പടം ചെയ്യുന്നത് സോൾട്ട് മാംഗോ ട്രീ എന്ന സിനിമയാണ്. അന്ന് ഞങ്ങൾ തമ്മിലൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 പടത്തിലും ഓരോ ദിവസം 2 ദിവസം വെച്ചിട്ടാണ് ഞാൻ സൈജുവിനെ വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പടത്തിൽ വെച്ച് എന്നോട് പറഞ്ഞിടാ, നീ എന്നെ ഈ 1 ദിവസം 2 ദിവസം പറഞ്ഞ് വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സൈജുവിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് ഞാൻ സൈജുവിനോട് തിരിച്ചൊരു മറുപടി പറഞ്ഞിരുന്നു, ഇല്ല ഇനി ഞാനങ്ങനെ വിളിക്കില്ല, ഇനി ഞാൻ വിളിക്കുമ്പോൾ നീ നായകനായിരിക്കും. ആ സിനിമയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇപ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ കഥ കേട്ട് ഇത് എഗ്രി ചെയ്ത് സൈജു ആണ് ഇതിൻ്റെ നായകനെന്ന് തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റിലും എല്ലാം ഒരുപാട് കൂടിയിരുന്ന ഒരാളാണ്. എനിക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് സിനിമ ചെയ്ത ഒരാളാണ്. ഇവിടുത്തെ സിനിമ ഒരുപാട് പരിചയമൊന്നുമില്ല. സിനിമയിൽ കണ്ടു പഴകിയ ആൾക്കാരിൽ നിന്നും വളരെ വിപരീതമായി, ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ആക്ടറാണ് സൈജു. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നാളെ നിങ്ങളൊരു മെഗാ സ്റ്റാറും ഒക്കെ ആകുമ്പോഴും അത് കീപ്പപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.